പ്രിയമുള്ളവരെ നമസ്കാരം. മലയാള സിനിമാ മേഖല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മലയാള സിനിമാ രംഗത്തെ പീഡനങ്ങളും വിലപേശലുകളുമായ പുഴുക്കുത്തുകൾ പച്ചയ്ക്ക് പുറത്തു വരാൻ പോവുകയാണ്. ഒരു സിനിമയുടെ ആലോചന തുടങ്ങും പീഡനത്തിൻ്റെ വഴികൾ. ആ സിനിമയിലേക്ക് ഒരു നടിയെ കാസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുക ആ നടിയെ പൂശാൻ കിട്ടുമോ എന്നാണ്. പൂശാൻ കിട്ടും എന്നുറപ്പായ അഭിനയിക്കാനുള്ള കഴിവില്ലെങ്കിലും ആ നടി തന്നെ ആ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടും. എന്നാൽ നല്ല അഭിനയശേഷിയുള്ള പല നടികളും അല്ലെങ്കിൽ സ്ത്രീകളും പുറന്തള്ളപ്പെടുകയും ചെയ്യും. സിനിമ ഷൂട്ട് തുടങ്ങിയാൽ ലൊക്കേഷനിൽ എല്ലാ താരങ്ങൾക്കും കാരവാൻ കൊടുക്കാറില്ല. എന്നാൽ മനസാക്ഷിയുള്ള ചില താരങ്ങൾ അത് നടനായാലും നടിയായാലും മറ്റു പലർക്കും കാരവാൻ ഷെയർ ചെയ്യും. എന്നാൽ സാധാരണ സഹനടിമാർക്കും എക്സ്ട്രാ നടികൾക്കും കാരവാൻ കിട്ടില്ല. മൂത്രം ഒഴിക്കാൻ തോന്നിയ പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ കയറി ആവശ്യം പറഞ്ഞ് കാര്യം സാധിക്കണം. അതുപോലെ ഭക്ഷണം പലർക്കും പലതരമാണ്. കൂലിയുടെ കാര്യത്തിലും വേർതിരിവുണ്ട്. സഹകരിക്കുന്ന എക്സ്ട്രാ നടിക്ക് 2000 ആണെങ്കിൽ വഴങ്ങാത്തവർക്ക് 1000 ആണ്. ഇതാണ് നിലവിലെ സിനിമാ മേഖലയിലെ അവസ്ഥകൾ. പിന്നെ പല നടികളും അവസരങ്ങൾ കിട്ടാനായി ഡയറക്ടർ, നടൻ, പ്രൊഡ്യൂസർ അവർക്കൊക്കെ വഴങ്ങിക്കൊടുത്ത് അവസാനം സിനിമകൾ കുറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ സിനിമകളിൽ നിന്നും തങ്ങളെ മാറ്റി നിർത്തപ്പെടുമ്പോൾ അതൊക്കെ പീഡനമാണെന്ന പേരിൽ കേസ് കൊടുക്കുകയും ചാനലുകളിൽ വന്നിരുന്ന് പരസ്പരം ചെളി വാരി എറിയാനും തുടങ്ങും. അവസാനം നാട്ടിലും വീട്ടിലും നാറുകയും ചെയ്യും. പിന്നീട് വീണ്ടും അവർ അതേ മേഖലയിൽ തന്നെ വരികയും പരസ്യമായി തുണിയടിക്കുന്ന സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്യും. ഇത് പറയാൻ കാരണം, മുമ്പ് എസ്മ എന്നൊരു ഫിലിം കമ്പനിയുടെ സിനിമയിൽ അഭിനയിച്ച ഒരു നടി ചാനലുകളിൽ വന്നിരുന്ന് തന്നെ ബലമായി സെക്സ് സിനിമയിൽ അഭിനയിപ്പിച്ചു എന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. എന്നാൽ പിന്നീട് അതേ കമ്പനിയുടെ സിനിമയിൽ നൂൽബന്ധം പോലുമില്ലാതെ അവർ അഭിനയിച്ചപ്പോഴാണ് അതൊക്കെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയായിരുന്നുവെന്ന് പലർക്കും മനസ്സിലായത്. അന്ന് വാർത്ത കൊടുത്ത മലയാളത്തിലെ സകല ചാനലുകളും 3G ആയ ഒരു സംഭവമായിരുന്നു അത്. സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ വഴങ്ങാത്ത നടികളെ വഴങ്ങുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി സഹകരിക്കുന്ന നടികൾക്ക് പ്രത്യേക കാർഡ് വരെ കൊടുക്കുന്നു. ലിപ് ലോക്ക് സീനൊക്കെ ഒത്തിരി വട്ടം റീടേക്ക് കൊടുക്കുന്ന പരിപാടി. പിന്നെ നടികളോട് പറയാനുള്ളത്, വാദിക്കൽ മുട്ടുമ്പോഴും പരിപാടിയാക്കാൻ ചോദിക്കുമ്പോഴൊക്കെ അപ്പോൾ തന്നെ പ്രതികരിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം. ഇനി മമ്മൂക്ക, ലാലേട്ടൻ, ജയറാം, സുരേഷ് ഗോപി അടക്കമുള്ള നടന്മാരോട് ഇതിനൊക്കെ പിറകിൽ ആരാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് കൂടെയുണ്ട്. കാരണം അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ തീർച്ചയായും നിങ്ങളും ഉണ്ടാവും. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയകളിൽ നിങ്ങളുടെയൊക്കെ പല നടന്മാരുടെയും പേര് പറയാതെ പറയുന്നുണ്ട്. ഇതിൽ ആത്മാർത്ഥമായി പ്രതികരിച്ച് അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട നടികൾക്ക് പിന്തുണ അറിയിച്ച ഒരു നടനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ആസിഫ് അലി. അങ്ങേർക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ, ബാക്കി വഴിയേ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റു സിനിമാ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.